ശ്രീനിതാൻ, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയിൽ ഇന്ന് ലാഹോറിൽ സ്ഫോടന പരമ്പര തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലും ലാഹോറിലും ഒക്കെ സംഭവിച്ചു. പിന്നീടാണ് മനസ്സിലായത് പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനമാകെ തകർക്കുന്ന നിലയിലേക്ക് ഇന്ത്യൻ സൈന്യം നീങ്ങുകയായിരുന്നു. അത് ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചു. അതിന് ആധാരമായ കാരണങ്ങളും ഇന്ത്യ ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ശക്തമായ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയിൽ വളരെ ശക്തമായ നീക്കമാണോ ഇന്ന് നടന്നിട്ടുള്ളത്? അതിൻ്റെ വിവരങ്ങൾ ഓരോന്നും വരുന്നതിനെ ഒന്ന് പരിശോധിച്ചാൽ താങ്കൾ എങ്ങനെ കാണുന്നു? നമസ്കാരം. അതിൽ യാതൊരു സംശയമില്ല മിസ്റ്റർ ശരത്. അതായത് ഞാൻ ഇന്നലത്തെ നമ്മുടെ ആ ഡിസ്കഷനിൽ പറഞ്ഞല്ലോ, നടന്ന സംഭവം ഒരു ട്രെയിലറായിരുന്നു. അതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സിന്ദൂർ 2 എന്ന് വേണമെങ്കിൽ പറയാം. 15 നമ്മുടെ ബോർഡർ സിറ്റീസ്, അമൃത്സർ, പഠാൻകോട്ട്, പിന്നെ ഇങ്ങനെയുള്ള ജമ്മു, ശ്രീനഗർ, ചണ്ഡീഗഡ്, അങ്ങനെ ഒരുപാട്. അല്ല, അത് നമ്മുടെ എയർഫീൽഡുകളാണ്. അവന്തി ഇതെല്ലാം എയർഫീൽഡുകളാണ്. ലേ, അവന്തിപൂർ, ശ്രീനഗർ, ഉത്തർലൈ, അപ്പൊ അതുപോലെ ഇവൻ ചണ്ഡീഗർ, അമൃത്സർ, പഠാൻകോട്ട്, സൂറത്ഗഡ്, ഭുജ്, ജാംനഗർ, ഇതെല്ലാം നമ്മുടെ ബോർഡർ ഏരിയയിലുള്ള എയർഫീൽഡ്. പക്ഷേ ഇതെല്ലാം സിവിലിയൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്, ഈ എയർഫീൽഡിൽ തൽക്കാലത്തേക്ക് സിവിൽ ഏവിയേഷന്റെ ഫ്ലൈറ്റ്സ് ഒന്നും പോകത്തില്ല. സോ ദാറ്റ് ടോട്ടൽ ഫ്രീഡം ഓഫ് ആക്ഷൻ നമ്മുടെ എയർഫോഴ്സിനുണ്ട്. അതുപോലെ തന്നെ എല്ലാ എയർഫീൽഡിലും എയർ ഡിഫൻസ് ഗൺസും മിസൈൽസും എയർഫോഴ്സിന്റെ പിന്നെ സംവിധാനങ്ങളും ഉണ്ട്. എങ്ങനെ എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റും എയർ ഡിഫൻസ് എയർക്രാഫ്റ്റ്, ഇതൊന്നും കൂടാതെ തന്നെ ഉള്ള ഈ എല്ലാ പിന്നെ ബോർഡർ പിന്നെ എയർഫീൽഡുകളും നമ്മളാണെങ്കിൽ താൽക്കാലികമായിട്ട് സിവിൽ ഏവിയേഷനിൽ നിന്ന് അത് തുറന്നു കൊടുക്കാതെ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വളരെ നല്ല ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷനാണ്. ഒന്ന്. രണ്ടാമത്, ഇന്നലെ രാത്രി അതിൽ തന്നെ ഒരു കാര്യം കേണൽ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ നിലയിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ വടക്കൻ അതുപോലെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടു, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കിക്കൊണ്ടാണ് തിരിച്ചടി ലാഹോറിൽ റഡാർ സിസ്റ്റം ഒക്കെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മറുപടി നൽകിയത് എന്നുള്ളതാണല്ലോ വൈകിട്ടടക്കം വിക്രം മിശ്രയുടെ വിശദീകരണത്തിലടക്കം വാർത്താസമ്മേളനത്തിലടക്കം പുറത്തു വന്ന കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും ലാഹോറിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം, ഈ എയർ ഡിഫൻസ് സിസ്റ്റം ബേസിക്കലി ഇറ്റ്സ് സപ്പോസ് ടു പ്രൊട്ടക്ട് ഓൾ ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ അസറ്റ്സ്. അതുപോലെ അതാണെങ്കിൽ ടോട്ടലി ഈവൻ വൺസ് റഡാർ സിസ്റ്റം ഈസ് ടോട്ടലി ഡാമേജ്ഡ് ആൻഡ് പുട്ട് ഔട്ട് ഓഫ് ഓർഡർ, ദർ ഇസ് നോ ഏർലി വാർണിംഗ്. ഇവർക്ക് കിട്ടേണ്ട പിന്നെ യാതൊരു അഡ്വാൻസ് ഇൻഫർമേഷനോ ഏർലി വാർണിംഗോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുക, എനിമി അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് എന്ത് മൂവ്മെന്റ്സ് ഉണ്ടായാലോ ഒന്നും കിട്ടത്തില്ല. ആദ്യം അത് തന്നെ നഷ്ടപ്പെടുത്തി. ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ഡ്രോൺസുകളാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹാർപി എന്ന് പറയുന്ന ഡ്രോൺസ് ആണ് ഇത് ഉപയോഗിച്ചത്. അങ്ങനെ അതിനെ നിർവ്വഹിക്കുക. അതുപോലെ ഇസ്ലാമാബാദിലും പിന്നെ കറാച്ചിയിലും പിന്നെ റാവൽപിണ്ടി, ഈ പ്രദേശങ്ങളെല്ലാം they are all rather given immense damage from our Indian Air Force and Indian Army. അപ്പൊ ഇത് ആദ്യമായിട്ട് 71 വാറിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് പിന്നെ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഇതിന് പ്രേരിപ്പിച്ചതും വടി കൊടുത്ത് അടിക്കാൻ എന്നുള്ള സാഹചര്യം ഉണ്ടാക്കിയതും ഈ ബുദ്ധിശൂന്യമായ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഭരണാധികാരികളും അതുപോലെ തന്നെ മിസ്റ്റർ ശരത് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആർമി ചീഫ് മുനീറിന് എക്സ്റ്റൻഷൻ വേണം. ഇതിന് ചെയ്ത ഒരു പരിപാടിയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച പിന്നെ April 15 തോന്നുന്നു പറഞ്ഞില്ലേ, പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും ജിന്നയുടെ വിഭജനങ്ങളും അതിനുശേഷമുള്ളതും ഒരിക്കലും നമ്മൾക്ക് ഇറ്റ്സ് എ 2 പാരലൽ ലൈൻസ് നെവർ മീറ്റ് എന്നുള്ള പറഞ്ഞതും മനുഷ്യരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതും അതിനുശേഷം പഹൽഗാമിലെ ഈ പ്രശ്നങ്ങളും ഇതെല്ലാത്തിൻ്റെയും പുറമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ നടന്നു ഇതിന്റെ തുടക്കം മാത്രം. എത്ര ദിവസം ഇന്നലെ സംസാരിച്ച ഒരു കാര്യത്തിൽ ഇതിലുണ്ട്, പ്രിസിഷൻ അറ്റാക്ക് എന്നുള്ളതാണ്. വളരെ റെസ്പോൺസിബിളായി വളരെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഇന്നലെയും ഇന്നും അങ്ങനെ തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത്. കെയർഫുള്ളി സെലക്റ്റഡ് ടെറർ ടാർഗറ്റ്സിലേക്കാണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇന്നത്തേതും അങ്ങനെ തന്നെ എവിടേക്ക് ഹിറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചോ അവിടേക്ക് തന്നെ ഹിറ്റ് ചെയ്തു എന്ന നിലയിലാണെങ്കിൽ അങ്ങനെയാണ് ആക്ഷനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി അധീന കശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിലും 71 യുദ്ധത്തിന് ശേഷം അങ്ങനെ അതിനപ്പുറത്തേക്ക് ഒക്യുപ്പൈഡ് കാശ്മീരിനപ്പുറത്തേക്ക് പോകുന്ന ആദ്യത്തെ ഒരു സന്ദർഭമാണിത്.
പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 ഇന്ത്യൻ ജെറ്റ് പാകിസ്ഥാൻ്റെ മുകളിലൂടെ പറന്ന് അത് വെടിവെച്ച് വീഴ്ത്തി പൈലറ്റിനെ പിടികൂടിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളുടെ ഇത്തവണത്തെ ഈ പ്രിസിഷൻ അറ്റാക്ക് പൂർണ്ണമായും നമ്മൾ വിമാനം ഈ ജെറ്റ് പറത്തി എന്നുള്ള നിലയ്ക്കല്ല, പകരം മിസൈലുകളും ഡ്രോൺ ബോംബിങ്ങും ഇപ്പുറത്തു നിന്ന് പൂർണ്ണമായും ഇന്ത്യൻ എയർബേസിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെയ്യുന്ന വിധത്തിലാണ്. അത് വളരെ ക്ലിനിക്കലി പ്രിസിഷൻ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന വിധത്തിൽ പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്ന ഒരു പുതിയ മാറ്റം ഉണ്ണിത്താൻ ഇതിൽ ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ അത് 100% മിസ്റ്റർ ശരത്, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്താണെന്നുള്ളത് ഇറ്റ്സ് ഓൾ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ് ആണ്. ഒരു പക്ഷേ നമ്മളിപ്പം എത്രമാത്രം നിങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും മീഡിയ പീപ്പിൾ ചെകഞ്ഞു ചോദിച്ചാൽ ഇതൊന്നും വെളിയിൽ വരാൻ പറ്റത്തില്ല. ഇതെന്താണെന്നുള്ള കാഴ്ച കാണാൻ പോകുന്ന പൂരം കാണുക എന്നുള്ളത് പറഞ്ഞത് സംഭവിച്ചത് കണ്ടില്ലേ. പിന്നെ പ്രിസിഷൻ അറ്റാക്കിന്റെ എക്സലന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇത് ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ പോലും ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. ഇതൊക്കെ വളരെ വളരെ ക്ലോസ്ലി ഒബ്സർവ്ഡ് ആൻഡ് വാച്ച്ഡ്. ഇത് രണ്ട് കാര്യങ്ങളും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പ്രശ്നങ്ങൾ എങ്ങനെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കണം, അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷനിലേക്ക് മീഡിയേഷന് വേണ്ടി ഇറാൻ ഓൾറെഡി ഓഫർ ചെയ്തു. പക്ഷേ അതുകൂടാതെ തന്നെ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ മിസ്റ്റർ സയ്യദ് അബ്ബാസ് അദ്ദേഹം എത്തി. ഇന്നാണെങ്കിൽ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഡിസ്കഷൻസും ഉണ്ടായി, റൈറ്റ്. അതുപോലെ തന്നെ പിന്നെ സൗദി അറേബ്യയുടെ ഫോറിൻ മിനിസ്റ്ററും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് അവരുടെ എല്ലാ ഉദ്ദേശം എന്താണ്? സത്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള എക്സലന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ പാകിസ്ഥാന് ഇത് എന്താ പറഞ്ഞ കുളം തോണ്ടോന്നുള്ള ആ രീതിയിലേക്ക് സംഭവിക്കുമെന്ന് ഇവർക്കൊക്കെ അറിയാം. കാരണം ഇവരിൽ നിന്നെല്ലാം ഇവരെ യാചിച്ച് ഇവരുടെ എക്കണോമി ഇപ്പൊ സർവൈവ് ചെയ്യുന്നു. അതിൽ നിന്ന് എങ്ങനെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു നല്ല ഗുഡ് വിൽ ജസ്റ്റർ എന്ന് വേണേ പറയാം. പക്ഷെ അത് ഇന്ത്യ തുടങ്ങി വെച്ച ഒരു കാര്യം, നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം എന്ന് പറഞ്ഞ പോലെ, എന്തുകൊണ്ട് ഏതായാലും ഇത് പ്രേരിപ്പിച്ചതും തുടങ്ങിയതും ചെയ്തതും എല്ലാം പാകിസ്ഥാന് 4 വർഷത്തോളം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയി. ഒരു പക്ഷേ ഇന്ത്യയും വിചാരിച്ചു ശരി, ദേ വിൽ മേക്ക് ചേഞ്ചസ്, അമെൻമെന്റ്, ഇവർ നന്നാകുമെന്ന് വിചാരിച്ചു. ഒരിക്കലും നന്നാകാത്ത ഒരു രാജ്യം അല്ലേ. 1948 മുതലുള്ള ഹിസ്റ്ററി എടുത്തൊക്കെ. അപ്പം ശ്രീനഗറിന്റെ ഔട്ട്സ്കേർട്സ് എയർഫീൽഡ് പിന്നെ പിടിച്ചടക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു, അവരെല്ലാം എടുത്ത് കളഞ്ഞു. അതിനുശേഷം 65 യുദ്ധം ആലോചിക്കുക. 71 വാറിലെ, സത്യത്തിൽ 71 വാറിലെ ഇന്ത്യയുടെ ഏറ്റവും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് POK തിരിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെ? 93,000 സറണ്ടർ ചെയ്ത പട്ടാളക്കാർ നമ്മുടെ കൈ കിടപ്പുണ്ട്. അന്ന് അവരെ വെച്ച് ബലവേശാതെ, ഒരു പക്ഷേ ഹെൻറി കിസിഞ്ചർ അമേരിക്കൻ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ പാകിസ്ഥാനെ വളരെ ക്ലോസ്ലി സപ്പോർട്ട് ചെയ്തതുകൊണ്ടും 7th ഫ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പിന്നെ അറേബ്യൻ സീയിലേക്കും മറ്റുള്ള മൂവ്മെന്റ്സും ഒക്കെ ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയെ അന്നത്തെ പ്രധാനമന്ത്രി അവരുടെ കൂടുതൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഈ പട്ടാളക്കാരെ തിരിച്ചു കൊടുത്തത്. അന്ന് ബാർഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് ആൻഡ് ഫോർ ഓൾ നമുക്ക് ഈ അവസാനമായിട്ട് ഈ പ്രശ്നം തീർക്കാൻ പറ്റും. പക്ഷെ നടന്നില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. പക്ഷേ ആ മിസ്റ്റേക്ക് ഇപ്പൊ കറക്റ്റ് ചെയ്യാനുള്ള ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെ ബെസ്റ്റ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി വി ഗോട്ട് ടു സോർട്ട് ഔട്ട് ദിസ് റോഗ് എക്സ്ട്രീമിസ്റ്റ് ബ്രീഡിംഗ് നേഷൻ. അത് ലോകത്തിലുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 23 രാജ്യങ്ങളുടെ ടോട്ടൽ നമുക്ക് സപ്പോർട്ടുണ്ട്. ഇതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ ഓൾറെഡി ദേ ഹാവ് എക്സ്റ്റെൻഡഡ് ദെയർ ഫുൾ സപ്പോർട്ട് ആൻഡ് ദേ കണ്ടംഡ് പഹൽഗാമിൽ നടന്ന സംഭവത്തെ പറ്റി അവരെ ഔട്ട്റൈറ്റ്ലി കണ്ടംഡ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ സൈലന്റ് ആയിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ദേ ചേഞ്ച് ദ മൈൻഡ്. യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ നടന്ന സംഭവം അറിയാമല്ലോ, 2 ദിവസം മുമ്പ്